നമസ്കാരം. പ്രണയമാണ് യാത്രയോട് ലവ് ടു ട്രാവൽ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി. കുറേ വർഷങ്ങളായിട്ട്, ഒത്തിരി കാലങ്ങളായി, പ്രത്യേകിച്ച് പ്രകൃതിയോട് ചേർന്ന് യാത്രകൾ ചെയ്യുന്നൊരു ആളുകൾ എന്ന നിലയ്ക്ക് ഭയങ്കരമായി സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള 2 ദിവസങ്ങളാണ്. ഇന്നലെ രാവിലെ 11 മണിക്ക് തുടങ്ങി, ഇന്നിപ്പോൾ 12 മണിക്ക് അവസാനിച്ചു. വളരെ എടുത്തു പറയേണ്ട കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ഒരു ടൈം, ഇത്ര സമയത്തിനാണ് നിങ്ങൾ അവിടെ എത്തും, അല്ലെങ്കിൽ അവിടെ എത്തുന്ന സമയത്ത് ഇന്ന കാര്യം ഇവിടെ ഉണ്ടാവും, ഇത്ര സമയം നിങ്ങൾക്ക് കയറാനുണ്ട്, കയറ്റം ഇങ്ങനെയാണ്, ഇറക്കം ഇങ്ങനെയാണ്, അത്തരത്തിൽ ഓരോന്നും വളരെ കൃത്യമായി പറയാനായിട്ട് സംഘടനക്ക് പറ്റിയിട്ടുണ്ട്. മറ്റൊന്ന്, ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഒരു യാത്ര, ഈ എല്ലാവരുടെയും സ്വപ്നമായിട്ടുള്ള ഒരു സ്ഥലമാണ് എപ്പോഴും ഈ മീശപ്പുലിമല എന്നുള്ള സ്ഥലം. അപ്പോൾ അതിലേക്കുള്ള യാത്ര, അതിന് ഇന്നലെയിൽ എനിക്ക് കുറെ കൂടി തോന്നിയത് സൈലന്റ് വാലിയുടെ ആ ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര മനോഹരമായിരുന്നു, വളരെ രസമാണ്. പിന്നെ ഉള്ളത് നമ്മുടെ മീശപ്പുലിമലയിലേക്കുള്ള യാത്ര, രാവിലത്തെ സൂര്യോദയം പറയാതിരിക്കാൻ പറ്റത്തില്ല. സച്ച് വണ്ടർഫുൾ, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിങ്ങനെ നമ്മൾ ഒരുപാട് പിന്നെ സൂര്യോദയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു വല്ലാത്തൊരു വൈബ്. പക്ഷെ ആ അന്നേരം ഒരു കാറ്റ്, ആ കാറ്റെന്ന് പറഞ്ഞാലല്ലേ ഇവിടുത്തെ കാറ്റെന്ന് പറഞ്ഞിട്ട് കാര്യം, ഇവിടെ അതൊരു ഒന്നൊന്നര കാറ്റായിരുന്നു അത്. പക്ഷെ ആ കാറ്റിൽ നിന്ന് നമുക്ക് ആ സൂര്യോദയം കൂടെ കാണാൻ പറ്റി മനോഹരമായി. അവിടെ നിന്ന് മീശപ്പുലിമലയിലേക്ക് പോയി. എന്തുകൊണ്ടും വളരെ പിന്നെ ഏറ്റവും മനോഹരമായ 2 ദിവസങ്ങളാണ് ലവ് ടു ട്രാവലിന്റെ ടീം നമുക്ക് സമ്മാനിച്ചത്. ഇനിയും തുടർന്നുള്ള എല്ലാ യാത്രകളിലും നമുക്ക് കഴിയുന്നിടത്തൊക്കെ പങ്കെടുക്കാൻ നമ്മൾ ശ്രമിക്കുമെന്ന് പറയുന്നു. ഏറ്റവും വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും എല്ലാവരും കണ്ട സാധനം, എനിക്കൊരു 56ഓളം പേര് ടീമിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 56 പേരുടെ ക്രൗഡ് എവിടെയും ഫീൽ ചെയ്യില്ല എന്നുള്ളത്, അത്രയും ഡിസിപ്ലിൻ ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു കേരളത്തിന്റെ കറക്റ്റ് ഒരു പരിചയം എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. വളരെ മനോഹരമായ യാത്രകൾ ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന്